നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോവാം. യെസ്, ഓക്കെ. ഹെഡ് സ്ലോ മോഷനിലാണ്. എടുത്ത് വായിക്കി. ഓക്കെ, ഫസ്റ്റ് കിഴി. ഓക്കെ. ഹായ് നന്ന. ഹായ് നന്നാന്ന് പറഞ്ഞ എന്താ പ്രശ്നം? എന്താണ് ഹായ് നന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്, അതായത് ഇതുവരെയുള്ള ദിവസത്തിൽ 50 കോടി പിന്നിട്ടിരിക്കുന്നു. സന്തോഷിക്കൂ, അർമ്മതിക്കൂ. 50 കോടി. ഹായ് നന്ന നല്ല റിപ്പോർട്ടാണ്. പക്ഷേ എങ്കിലും ആ റിപ്പോർട്ട് അനുസരിച്ച് ശരിക്കും അത്രയൊന്നും കയറിയാൽ പോരാ. അത്രത്തോളം മികച്ച റിപ്പോർട്ടായിരുന്നു. മൃണാൽ താക്കൂർ നാനി തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടത്. SG 257. ഓക്കെ. സുരേഷ് ഗോപിയുടെ 257ാമത്തെ സിനിമ. സുരാജ് വെഞ്ഞാറമ്മൂടും സുരേഷ് ഗോപിയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ പൂജ. ഗൗതം മേനോൻ. സിനിമയുടെ പൂജ കഴിഞ്ഞു. ബാക്കി എന്താ? സനൽ വി സഹദേവനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. പൂജ കഴിഞ്ഞതുകൊണ്ടാണോ? അതുകൊണ്ട് സാർ അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ. അടുത്ത കിഴി പ്രദീപ് രംഗനാഥൻ മൂവി സിനിമയാണ്. നീയേ പൂജ സ്റ്റിൽസും കൊണ്ട് വന്നാൽ ഞാനും കൊണ്ടുവരടാ. എന്തായാലും നമ്മുടെ പ്രദീപ് രംഗനാഥൻ ലവ് ടുഡേ സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമയിൽ നായകനാവുന്നു. അതായത് നായികയായിട്ട് എത്തുന്നത് നമ്മുടെ കൃതി ഷെട്ടിയാണ്. ഓക്കെ. വില്ലൻ SJ സൂര്യ. ഇവർ 3 പേരും പൂജയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വിഘ്നേഷ് ശിവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സ്റ്റിൽസ് കാണിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കും. അതെനിക്കറിയാം, നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കും. അല്ല, ഇതിലല്ലേ നമ്മുടെ നയൻതാര വരുമെന്നൊക്കെ പറഞ്ഞു, നായികയുടെ ചേച്ചിയായിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണാവോ, അറിഞ്ഞൂടാ. ഓക്കെ. തങ്കമണി സിനിമയുടെ റിലീസ് ജനുവരിയിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. കൺഫേം ആയിട്ടില്ല, ഒഫീഷ്യലി വന്നിട്ടില്ല. മേ ബി വന്നേക്കാം ജനുവരിയിൽ കേട്ടോ. രാത്രിക്കും ഭ്രാന്ത് പിടിച്ചു എന്നല്ലേ? പേ പിടിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇതിനെ കുറിച്ചൊക്കെ അറിയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് തെറ്റിച്ചാണ്. ഓക്കെ. അടുത്ത കിഴി D50. ധനുഷിൻ്റെ 50ാമത്തെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വ്രാപ്പഡ് ആള് കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞു. നന്ദി മാത്രമല്ലേ. അടുത്തത് റാം. കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. റാം സിനിമ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അതേത് സമയത്താണ് ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് തീരുന്നത്, ആ സമയത്ത് വീണ്ടും ഷൂട്ട് ചെയ്യുന്നതാണ്. സങ്കടം ഉളവാക്കുന്ന കാര്യമാണ്. എന്നാലും അതുകൊണ്ടാണല്ലോ ഇപ്പൊ നേര് കിട്ടിയത്. ഫുള്ള് ലോക്കായി. ഇല്ലേ, അതൊന്നും പോവില്ല. എനിക്ക് അങ്ങനെ എന്തോ ഒരു ബാഡ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിലും നീ നെഗറ്റീവ് മാത്രം അടിക്കാൻ വേണ്ടി അങ്ങനെ പറയരുത്. ചിലപ്പം നടന്നേക്കാം എന്ന് മാത്രം മനസ്സിൽ വിചാരിക്കും. എല്ലാം നല്ലത് മാത്രം വിചാരിക്കും. ചിലപ്പോ നടന്നേക്കാം. നല്ലത് ഇപ്പൊ എനിക്കിപ്പോ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതിപ്പോ നടക്കുമെന്ന് പറ്റൂലല്ലോ. ഞാനല്ലല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എന്നെ നടക്കുമെന്ന്. അല്ലേ? ആവേശം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. കാണാം. വളരെ ആവേശത്തോടെ കാണേണ്ട ഒരു പോസ്റ്റർ. കേട്ടില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത പോസ്റ്റർ. ആ പേര് പോലെ തന്നെ ആവേശം അവിടെയുള്ള ആൾക്കാരിലൊക്കെ കാണാൻ. അതെ, അതായത് ഈ ഒരു പോസ്റ്റർ ഇത്രയും ആൾക്കാരെ വെച്ചിട്ടൊരു പോസ്റ്റർ മലയാളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. വന്നിട്ടില്ല. അത്രത്തോളം എണ്ണ ഉണ്ട് അല്ലേ? കുറെ എണ്ണി നോക്കി. ഇവിടുന്ന് ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ ഇവിടുന്ന് തെറ്റും. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ എണ്ണി നോക്കി അപ്പോഴും തെറ്റി. കണക്കെന്തായാലും ആള് പറയും. എത്ര പേരുണ്ടത്? ഞാൻ നോക്കിയിട്ടില്ല. പറടാ, ഞാൻ നോക്കിയിട്ടില്ല. നീ എണ്ണിയായിരുന്നോ? എനിക്കറിയാം. ആവേശം എന്നുള്ള പേര്, അതെ, ആ പേര് ഉറപ്പിച്ചു.
പിന്നെ ആവേശം എന്നുള്ള ആ ടൈറ്റിൽ ഡിസൈൻ, അതായത് അത് ഒരു എന്താ പറയുക, ഒരു തീയുണ്ടൊക്കെ ഒരു പ്രത്യേക ശൈലി ഉണ്ടല്ലോ അതിന്, പ്രത്യേക ഒരു മോഡലിലൊക്കെയാണ് എഴുത്തൊക്കെ അതെന്താ സംഭവം, അതിനൊരു ഒരു നമ്മൾ ഈ കുന്തത്തിനൊക്കെ ഒരു മൂർച്ച ഉണ്ടാവില്ല, ആ ഒരു രീതിയിലുള്ള ഒരു ശൈലിയിലാണ്. നൈസായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ഒരു ഗംഭീര സിനിമ. ഒഫീഷ്യൽ ഡേറ്റും വന്നു, അതെ 11-ാം തീയതി ഏപ്രിൽ 11-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. കൊള്ളാം. എത്ര സിനിമയാണ് അന്നത്തെ ദിവസത്തിന്റെ കാര്യം, ഓരോന്നോരോന്ന് ഇങ്ങനെ മാറി. മാറാൻ സാധ്യത കുറവാണ്. അടുത്തത് ഒരു കിടുക്കാഴ്ച കേട്ടോ, വെബ് സീരീസ് ആണ്. പാൻ ഇന്ത്യൻ സുന്ദരി, സണ്ണി ലിയോൺ നായികയായിട്ട് എത്തുന്ന വെബ് സീരീസ് ആണ്. കൂടെ അഭിനയിക്കുന്നത് മണിക്കുട്ടൻ, ജോണി ആന്റണി, പിന്നെ ശരത് അപ്പാനി, നോബി മാർക്കോസ്, പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ. 5 ഭാഷയിലാണ് ഇറങ്ങുന്നത്. മലയാളം വെബ് സീരീസ് ആണ്, കോമഡി വെബ് സീരീസ് ആണ്. ഏതിലാ വരുന്നത് അത് പറഞ്ഞൂടാ, വരുന്നുണ്ടെന്നല്ല അറിയുള്ളൂ. ഇപ്പൊ സണ്ണി ലിയോനെ കണ്ടു ആണ് കൊണ്ടുവന്നു അല്ലേ? അല്ലേ നമ്മൾ രണ്ടുപേരും കൂടി അല്ലേ എഴുതിയിട്ട്, ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. എന്നാലും അവ പറഞ്ഞു തരണ്ടായിരുന്നോ ഇന്നെതിനകത്താ വന്നേന്ന് പറഞ്ഞ പറയാം. അതായത് ഞങ്ങൾ സണ്ണി ലിയോനെ കണ്ടു കൊണ്ടുവന്നു, ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ എന്തിനു നോക്കണം? അല്ല പിന്നെ സണ്ണി ലിയോ ഉണ്ടോ അതിലേതിലെന്ന് പോലും നോക്കണ്ട, നമ്മളവിടെ എത്തിക്കോളും. എന്താണ്, അതായത് വയനാട്ടിൽ എങ്ങനെയാണ് മച്ചുംപുറത്ത് നെല്ലുണ്ടെങ്കിൽ വയനാട്ടിൽ നെല്ല് വരും എന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അപ്പൊ അത് എവിടെ ഇറങ്ങുന്നു എന്നുള്ളത് പ്രസക്തല്ല. അതെ, അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് തലവൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് 5 മണിക്ക് വരും. നമ്മുടെ ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന സിനിമ, ആസിഫ് അലി, ബിജു മേനോൻ ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയുടെ അനൗൺസ്മെൻറ്റ് അതുപോലെ ടൈറ്റിൽ ലുക്ക് ആൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, ഒരു മോഷൻ പോസ്റ്ററായിട്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ലുക്ക് തന്നെ. ഓക്കെ. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും ഒരേ റാങ്കാണ്, പക്ഷെ ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ബാഡ്ജ് ഒരു ഇത് കൂടുതലുണ്ട്, ആ ഒരു മാറ്റം അതിൽ കാണാനുണ്ട്. ബ്രഹ്മയുഗം സിനിമയുടെ മ്യൂസിക് കമ്പോസിങ് നല്ല ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തല്ലേ സലാർ സിനിമയുടെ ബുക്കിംഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എപ്പോഴായിരുന്നു? 6:49 ആ ടൈമിൽ. ഓക്കെ, എന്തായാലും ഇവർ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്, 4 ചെയർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, SS രാജമൗലിയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ആയിരിക്കാം, അതായിരിക്കും 4. അതായത് ഇന്ന് 16-ാം തീയതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് സലാർ ടീമിന്റെ. പ്രഭാസ്, പൃഥ്വിരാജ്, പ്രശാന്ത് നീൽ, പിന്നെ യശ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. SS രാജമൗലി ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ യഷിനെ ആദ്യം പരിഗണിച്ചത് ഈ SS രാജമൗലിന്റെ സ്ഥാനത്തായിരുന്നു ആയിരിക്കാം, പക്ഷെ അതാണ് മാറിയെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ബുക്കിംഗ് ഒക്കെ റെക്കോർഡുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ വന്നിട്ടില്ല ഫുൾ ഡീറ്റെയിൽ. അതായത് ഇന്ന് വൈകുന്നേരം ആകുമ്പത്തിന് എത്തും. ഇൻട്രസ്റ്റ് 1 മില്യൺ കഴിഞ്ഞു. പിന്നെ അപ്പൊ എന്തായാലും നോക്കണ്ട എത്രയായിരിക്കും ഫസ്റ്റ് ബുക്കിംഗ് എന്നുള്ളത്. എന്തായാലും 22-ാം തീയതി വേറെ ലെവൽ അടിച്ച് പൊളിക്കാനുള്ള. പിന്നെ അല്ല, അപ്പൊ എന്തായാലും ഞങ്ങൾ നേരെ അതിനെ പൊറാട്ട അടിക്കണവരെ അടിക്കും. ഞങ്ങൾ നേര് സലാറിനെ ഡങ്കിനി കൂടെ എറിഞ്ഞിട്ട് വെച്ചിട്ട് അത്രയൊക്കെ വേണോ? കുറക്കൂല പോനെ സിനിമ ഇറങ്ങട്ടെ, എന്നിട്ട് നമ്മൾ മാറ്റുള്ളൂ. അതുവരെ പ്രതീക്ഷ അതാണ്. അല്ല, അത് എന്തുകൊണ്ടാ പറയാൻ കാരണം എന്നറിയോ, നേരെ മോശമാവുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ മോശമാണെന്ന് കരുതിയിട്ടല്ല. വളരെ മികച്ച അഭിപ്രായം കിട്ടിയിരിക്കോ. സലാറൊക്കെ കേരളത്തില് 7 അങ്ങനെ 7 പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലാറിന്റെ ഒരു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ഇത് ഭയങ്കര മുകളിലാണ്. അതിന് എത്ര എന്ന് പറഞ്ഞാലും നേരിന്റെ ഒക്കെ മുകളിൽ തന്നെ. അത് നമ്മൾ സത്യമായിട്ട് തന്നെ പറയണല്ലോ. ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേരളത്തിൽ അതാ പറഞ്ഞ, കേരളത്തിൽ ഇപ്പൊ ഒരു സിനിമ അതും ഒരു ലിമിറ്റ് ഉണ്ട്.
നമ്മുടെ ഇനി മലയാളത്തിൽ എത്ര വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും ഒരു ലിമിറ്റ് വരെ പോവുള്ളൂ. അതെ. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ ചാൻസ് ഇല്ല. അത് ആ സമയത്ത് മറ്റുള്ള ഭാഷകളിൽ നിന്ന് കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മലയാള സിനിമേനേക്കാളും കൂടുതൽ ഓടിയ ചരിത്രമുള്ളൂ ഇവിടെ. അങ്ങനെ ഉണ്ടോ? ഇഷ്ടം പോലെ KGF ഒക്കെ ഇപ്പൊ സലാറിന് പോസിറ്റീവ് വന്നു, അതുപോലെ നേരിനും പോസിറ്റീവ് വന്നു കരുതിക്കോ. എന്റെ മനസ്സിലുള്ള കേട്ടോ. അതായത് ഫാമിലി സപ്പോർട്ട് മൊത്തം പോവുക എങ്ങോട്ടാ? നേരിന്. മാത്രല്ല ഈ വയലൻസും ചോര തെറിപ്പിച്ചുള്ള കളിയൊക്കെ കുറച്ചായിട്ട് ഇങ്ങോട്ട് കണ്ട് മടുത്തിട്ടുണ്ട്, കുറച്ച് ഓവറായിട്ട്. അതായത് യുവാക്കളുടെ കാര്യമല്ല, ഫാമിലികൾക്ക് എന്തായാലും ആദ്യ ഓപ്ഷൻ നേര് തന്നെയായിരിക്കും പോസിറ്റീവ് വന്നാൽ. പ്രത്യേകിച്ച് ലാലേട്ടന്റെ നമ്മൾ ഇതിനകത്തൊരു തിരുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോണെന്ന് അറിയോ, നമ്മൾ യുവാക്കളാണ് ഓരോ ഫാമിലിനെയും കൊണ്ടുപോകുന്നതെന്ന് ഒരു പ്രാവശ്യം അതാണ് ഇത്. പക്ഷെ ഇങ്ങനെ വരുമ്പോ ഈ യുവാക്കള് ഫാമിലിനെ കൊണ്ടുപോകുന്ന രീതിയാണ്. അതിന് കാരണം യുവാക്കൾ തിരഞ്ഞെടുക്കുന്നു, യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളതിന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, തിയേറ്ററിലേക്ക് ഫാമിലിനെ കൊണ്ടുപോകുന്നു. എന്നാൽ ഇത് ഫാമിലി ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നൊരു സാഹചര്യം ഇതുവരെ വരുന്നില്ല. കാരണം നേരിന് അങ്ങനൊരു അഭിപ്രായം വന്നാൽ, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ സിനിമയാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലി ഇങ്ങോട്ട് പറയും, ലാലേട്ടൻ്റെ സിനിമ കൊണ്ടുപോയി കാണിക്കടാ. അത് പറയും, പക്ഷെ പറയൂലെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്താ പറയാ, ഇതിനും പോസിറ്റീവ്, രണ്ടിനും പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേര് രണ്ടും തെരഞ്ഞെടുക്കും. പിന്നെ തീർച്ചയായിട്ടും രണ്ടും കാണുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഒറ്റ സിനിമ മാത്രം തെരഞ്ഞെടുക്കുന്നവർ നേരെ തെരഞ്ഞെടുക്കും. അതിനെന്ത് സംഭവിക്കണം എന്നറിയോ, അതിന് സലാറിന്റെ നെഗറ്റീവ് വരണം. സലാറും കൂടി നെഗറ്റീവ് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ സിനിമ ഫാമിലി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, KGF എത്രയോ പേര് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ഫാമിലി KGF എന്താണെന്നറിയോ, ഫസ്റ്റ് അതിന്റെ പാർട്ട് 1ന്റെ ആ ഒരു ഇത് നമുക്കറിയില്ലല്ലോ, സലാറിന് നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. അതായത് ആ രീതിയിലുള്ള സിനിമ ഫാമിലി ഏറ്റെടുക്കോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിനകത്ത് നമ്മളിപ്പോ കണ്ടതിനകത്ത് വന്ന സാധനങ്ങള് ഇമോഷണലി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമ്മളെ ഒക്കെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സാധനമാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് നമുക്കറിയുള്ളൂ. അതാണ്. പക്ഷെ ഇപ്പുറത്ത് അതായത് KGF ഇറങ്ങുമ്പോഴും അവിടെ ലാലേട്ടൻ സിനിമക്ക് ഒരു പോസിറ്റീവ് വന്നൊരു സംഭവം ഇല്ല. ഇതിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ, അതായത് നേരിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ, സലാറിന് പോസിറ്റീവ് വന്നാലും നേര് തൂക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് സലാറിന്റെ മുകളിൽ എന്ത് നേടും? കളക്ഷൻ നേടും കേരളത്തില്. മേ ബി അതായത് 100 കോടി ആദ്യമായിട്ട് ഗ്രോസ് വരും. കേരളത്തിലെ കാര്യമല്ലേ കേരളത്തിന്റെ അതിപ്പോ ഞാൻ ഇപ്പോഴും പറഞ്ഞുതരാലോ. ഇപ്പൊ നമ്മൾ KGF പോലും ഇപ്പൊ 100 കോടി നമ്മൾ കേരളത്തിൽ നേടിയിട്ടില്ല. അതെ, അതിപ്പം ഉള്ള സത്യം തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമ നേര് കേരളത്തിലല്ലേ അല്ലാതെ വേറെ അത് തന്നെയാണ് പറയുന്നത്. അതായത് ആ സ്ഥലത്ത് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, നേര് പോസിറ്റീവ് വന്നാൽ എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. പോസിറ്റീവ് വന്നില്ലെങ്കിലുള്ള ഒരവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടും പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടിനും കയറുന്ന ആൾക്കാരായിരിക്കും അത്. പക്ഷെ ഫൈനൽ കളക്ഷന്റെ രണ്ടിനും അഭിപ്രായം നല്ലത് വന്നു കഴിഞ്ഞാൽ, അതായത് രണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും. പക്ഷേ ഒരു സിനിമ കുറെ കാലമായിട്ട് ഒന്ന് കാണണമെന്ന് തെരഞ്ഞെടുക്കുന്നവർ നേരെ തെരഞ്ഞെടുക്കുള്ളൂ. അത് മലയാള സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുക്കുള്ളൂ. അതെ, അപ്പൊ അതാണ് എന്റെ കളക്ഷൻ കൂടുതലായിട്ട് ലീഡ് ചെയ്യാൻ പോകുന്നത്. അത്രയും പ്രേക്ഷകരുടെ ടിക്കറ്റിന്റെ പൈസ ആയിരിക്കും. അതായിരിക്കും. അതിപ്പോ അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഫൈനൽ കളക്ഷന്റെ കാര്യമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. അത് രണ്ടിനും പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സിനിമയും, അത് നമുക്കറിയാം ഇവിടെ 2 സിനിമയൊക്കെ വിജയിച്ച കാലമുണ്ട്, 2-3 സിനിമകൾ വിജയിച്ച കാലമുണ്ട്. രണ്ടിനും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നേര് അതിനേക്കാളും കളക്ഷൻ നേടും കേരളത്തില്. അത് ഉറപ്പല്ലേ? ആ ഒരു കാര്യത്തിൽ തർക്കിക്കുന്നില്ല. ഇത് രണ്ടിലും പോസിറ്റീവ്, അതായത് പോസിറ്റീവ് എന്ന് പറഞ്ഞ സാധനം രണ്ടിനും വേണം. ഇല്ലെങ്കിലാണ് പ്രശ്നമുള്ളത്. ഇല്ലെങ്കിൽ രണ്ടും ഉണ്ടാവില്ല. അത് തന്നെ പറയാം. ഇനി ഇതിലും വലിയ സിനിമകൾ വന്നിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അത് ഈ രണ്ടിനും പോസിറ്റീവ് ഇല്ലെങ്കിൽ രണ്ടും നോക്കേണ്ടി വരില്ല. പക്ഷേ ഇൻഡ്യൂഷൻ ഉള്ളിൽ ഇവിടെ ഇരുന്ന് ആരോ പറയുന്നതിനോട് തീർച്ചയായിട്ടും. അതിപ്പം നമ്മൾ ഇപ്പോഴും ഇനി ആ സിനിമ എന്താ പറയുക റിലീസ് ചെയ്ത് നമ്മൾ കാണുന്നതിന്റെ തൊട്ട് മുന്നേ വരെ നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും നേരം വേറെ ലെവലായിരിക്കണം എന്നാണ്. കാരണം ലാലേട്ടന്റെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഏത് സിനിമകൾക്കും റിലീസ് ചെയ്ത് ആ സിനിമ കാണുന്നതിന്റെ തൊട്ട് മുന്നേ വരെ ഈ പ്രതീക്ഷയും കൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ പോയിട്ടുള്ളത്. ഇപ്പൊ എന്താ പറയാ, പൊട്ടി ഫ്ലോപ്പായ പോയ സിനിമകൾക്ക് പോലും നമ്മൾ കയറിയിരിക്കുന്നോടം വരെ അല്ലെങ്കിൽ തുടങ്ങി കഴിയുമ്പോൾ പോലും നമ്മൾ അടിപൊളി ആവണേ എന്ന് മാത്രം വിചാരിക്കാറ്. ഈ ഒരു സാഹചര്യത്തിൽ പറയാട്ടോ, അത് ലാലേട്ടൻ്റെ സിനിമകൾക്ക് കൂടുതലായിട്ട് ഹൈപ്പ് കൊടുക്കുന്നു, അതുകൊണ്ടാണ് സിനിമ പരാജയപ്പെടാൻ ഒരു കാരണം എന്ന് പറയുന്നുണ്ട്. ശരിക്കും അവർ തന്നെ
ഹൈപ്പ് കുറക്കാൻ ശ്രമിച്ചാലും തന്നെ കൂടിപ്പോവും. ലാലേട്ടനല്ലേ അഭിനയിക്കുന്നത്, ലാലേട്ടന്റെ സിനിമയല്ലേ, ഹൈപ്പ് കേറും. ഇപ്പൊ മോൺസ്റ്ററിന് അവരൊന്നും ഇനിയിപ്പോ ഞാൻ വേറെ കാര്യം പറയാം. എലോൺ എന്ന് പറഞ്ഞ സിനിമ ഒരാൾ ഒറ്റയ്ക്കുള്ള സിനിമയാണ്, 2 മണിക്കൂർ ഇത്ര ടൈമുള്ള. അതിന് ഹൈപ്പ് ഇല്ലായിരുന്നു. അല്ല പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നൊരു സിനിമയാണെങ്കിൽ പോലും അതുപോലും കാണാൻ പോകുമ്പോ നമുക്ക് ഉള്ളിൽ പ്രതീക്ഷ. അല്ല ഹൈപ്പ് കയറുന്നത് ഇപ്പൊ മോൺസ്റ്റർ ഇവര് ആകെ അവരുടെ ചാനലിൽ ഒരു 2-3 ക്ലിപ്പ് ഇട്ടു എന്നല്ലാതെ ഇന്റർവ്യൂ അല്ലെങ്കിൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുക ഒന്നും ചെയ്തില്ല. എന്നിട്ടും അത് കയറിപ്പോയതുണ്ടോ? അത്രത്തോളം അത് ലാലേട്ടൻ സിനിമകളുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാണ്ട് അത് ആരും ഉണ്ടാക്കുന്ന ഒരു അവര് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതും അല്ല, ഒന്നും ആരും ഉണ്ടാക്കുന്നതല്ല. അത് ലാലേട്ടൻ സിനിമ ലാലേട്ടൻ പണ്ട് മുതൽ ഉണ്ടാക്കിയത്. ലാലേട്ടൻ 43 വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ് അത്. ആളുടെ സിനിമ വരുമ്പോ ഓട്ടോമാറ്റിക്കലി ഒരു ഹൈപ്പം കയറിപ്പോകുന്ന, അല്ലാണ്ട് ആരും മനഃപൂർവ്വം ഹൈപ്പ് കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ ഒന്നും അല്ല. അതാ ഞാൻ പറഞ്ഞത്. ആ സാധനം വെച്ചിട്ട് സലാറിന് ഞങ്ങള് ഓക്കെ കാണാലോ. 21-ാം തീയതി അല്ലേ, 22. അതാ ഡേറ്റിന്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. റിലീസിന്റെ ഒരു ദിവസത്തിന്റെ മാറ്റമുണ്ട്. വിഷയം സംഭവിക്കാൻ പോണ അത് നേരിനായിരിക്കും എന്ന് പറഞ്ഞു. അതായത് സലാർ പിറ്റേ ദിവസം റിലീസ് ചെയ്യുന്നത്. അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, പക്ഷെ സംഭവിക്കുന്ന എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് സിനിമ. നമ്മൾ ഒരുക്കി വെച്ചൊരു സാധനം നിങ്ങൾക്ക് തരാന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതെങ്ങനെയായിരിക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ.